ഡിഫറൻഷ്യബിലിറ്റി ചാപ്റ്റർ 32ാമത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത് പാരാമെട്രിക് ഡിഫറൻഷിയേഷൻ അഥവാ ഡിഫറൻഷിയേഷൻ ഓഫ് പാരാമെട്രിക് ഫങ്ഷൻസ്, അതിലേക്ക് വന്ന ഒരു പുതിയ ഫോർമുല, അത് വെച്ചുള്ള ചില എക്സാമ്പിൾസ് നമ്മൾ ചെയ്തു. കുറച്ചുകൂടി പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യാം. സോ ചോദ്യം ഇതാണ്: ഫൈൻഡ് dy by dx when. അതിൽ ഒന്നാമത്തെ x equal to a cos theta, y equal to a sin theta. Second, x equal to sin t, y is equal to cos 2t. Third, x equal to a sec theta, y equal to b tan theta. നാലാമത്തെ x equal to cos theta minus cos 2 theta, y equal to sin theta minus sin 2 theta. 5, x equal to a into cos t plus log tan t by 2, y equal to a sin theta അല്ലാതെ അവിടെയും t ആണ് കേട്ടോ. A sin t. Then sixth one, x equal to a into cos theta plus theta sin theta, y is equal to a into sin theta minus theta cos theta. So നമുക്ക് സോൾവ് ചെയ്യാം. ഫസ്റ്റ് വൺ, x is equal to a into cos of theta, y equal to a into sin theta. ഇവിടെ പാരാമീറ്റർ ഏതാണ്? Theta is the parameter, theta is the variable and a is a constant. ആദ്യം പറയൂ മക്കൾ, പറയൂ dx by d theta, d by d theta of a cos theta. a constant into cos theta നെ theta കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മൈനസ് sin theta, അത് മൈനസ് a into sin theta. dy by d theta, dy by d theta is equal to d by d theta of a sin theta. a into sin theta നെ theta കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ cos theta, that is equal to a cos theta. Therefore, നമ്മുടെ ഫോർമുല dy by dx equal to dy by d theta divided by dx by d theta. dy by d theta a cos theta, dx by d theta minus a sin theta. എന്തുണ്ടാവും ആൻസർ? എ ക്യാൻസൽ ചെയ്യാം. ഓക്കെ, എ ക്യാൻസൽ ചെയ്യാം. മൈനസ് മുകളിലേക്ക് ഇടാം. മൈനസ് cos theta by sin theta, yes, cot theta അവിടെ വെച്ചാൽ മതി. സെക്കൻഡ് പ്രോബ്ലം, x equal to sin of t, y is equal to cos of 2t. Here t is the parameter. അപ്പോ അത് നമുക്ക് x നെയും y നെയും t കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. dx by dt is equal to sin t നെ t കൊണ്ട് ചെയ്താൽ cos t. dy by dt is equal to cos 2t നെ t കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ cos ന്റേത് മൈനസ് sin 2t into 2t ന്റേത് 2. ചില ആൾക്കാർ 2 ഇടാൻ വിട്ടു, മാർക്ക് മിസ് ആവട്ടോ. അപ്പൊ അത് മൈനസ് 2 sin 2t. Therefore, dy by dx equal to formula dy by dt in the numerator divided by dx by dt, that is equal to minus 2 sin 2t divided by dx by dt ക്ക് പകരം cos t. ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്യാൻ ചാൻസ് ഉണ്ട്. എങ്ങനെയാ സിംപ്ലിഫൈ ചെയ്യാ? മൈനസ് 2 ഇൻറ്റു സൈൻ 2t നെ 2 sin t into cos t എന്ന് എഴുതാം. sin 2 theta 2 sin theta cos theta ആണ്. അപ്പൊ sin 2t നെ 2 sin t cos t എന്ന് എഴുതി. ഡിവൈഡഡ് ബൈ cos t ഇവിടെ ഉണ്ട്. അപ്പൊ ഈ cos t നമുക്ക് ക്യാൻസൽ ചെയ്തിട്ട് മൈനസ് 2 into 2 4 into sin t അവിടെ കൊണ്ടുപോയി വെക്കാം. ക്ലിയർ അല്ലേ? ദെൻ മൂന്നാമത്തത്, x equal to a sec theta, y equal to b tan theta. ആദ്യം dx by d theta a into sec theta നെ theta കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ sec theta into tan theta. അപ്പൊ a sec theta tan theta അവിടെ വെക്കട്ടെ. dy by d theta b constant into
ടാൻ തീറ്റനെ ഡിവൈഡ് ബൈ ഡി തീറ്റ കേട്ടോ, ഡിവൈഡ് ബൈ ഡി തീറ്റ. ടാൻ തീറ്റനെ തീറ്റ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ സീക്ക് സ്ക്വയർ തീറ്റ. അപ്പൊ ബി സീക്ക് സ്ക്വയർ തീറ്റ. ഫോർമുല വീണ്ടും അത് തന്നെ, ഡിവൈഡ് ബൈ ഡി എക്സ് ഇക്വൽ ടു ഡിവൈഡ് ബൈ ഡി തീറ്റ ബൈ ഡി എക്സ് ബൈ ഡി തീറ്റ. ഡിവൈഡ് ബൈ ഡി തീറ്റ കിട്ടിയത് ബി ഇൻറ്റു സീക്ക് സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി തീറ്റ എ ഇൻറ്റു സീക്ക് തീറ്റ ടാൻ തീറ്റ. ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഒരു സീക്ക് തീറ്റ നമുക്ക് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ക്യാൻസൽ ചെയ്യാം. സി സ്ക്വയർ തീറ്റയിൽ ഒരെണ്ണം ഈ സീക്ക് തീറ്റയായിട്ട് പോയി. ബി ബൈ എ ഇൻറ്റു സീക്ക് തീറ്റ ബൈ ടാൻ തീറ്റ. അതിന് വേണമെങ്കിൽ ബി ബൈ എ ഇൻറ്റു സീക്ക് തീറ്റ എന്ന് പറഞ്ഞാൽ 1 ബൈ കോസ് തീറ്റ, ടാൻ തീറ്റ പറഞ്ഞാൽ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. ഇച്ചിരി കൂടി സിംപ്ലിഫൈ ചെയ്യാം. ദാറ്റ്സ് ഈക്വൽ ടു ഈ കോസ് തീറ്റ ആയിട്ട് ഇങ്ങനെ തിരിച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ക്യാൻസൽ ആയി പോകും. ബി ബൈ എ ഇൻറ്റു 1 ബൈ സൈൻ തീറ്റ ഈക്വൽ ടു ബി ബൈ എ ഇൻറ്റു 1 ബൈ സൈൻ തീറ്റന്റെ പേരാണ് കൊസീക് തീറ്റ. ഇത്രയും കൊണ്ടേ വെച്ചിട്ടുണ്ടാവും ആൻസർ. മാക്സിമം സിംപ്ലിഫൈ ചെയ്യാം കേട്ടോ. ഓക്കെ, ദെൻ നാലാമത്തത് എക്സ് ഈക്വൽ ടു cos theta minus cos 2 theta, y equal to sin theta minus sin 2 theta. ആദ്യം dx by d theta, cos theta എന്നത് minus sin theta minus cos 2 theta എന്നത് minus sin 2 theta. അവിടെ 2 theta ഉള്ളതുകൊണ്ട് into 2 theta നെ theta കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2 മൈനസ് സൈൻ 2 തീറ്റ ഇൻറ്റു 2. അപ്പൊ ഈ രണ്ട് മൈനസ് പ്ലസ് ആവും. അപ്പൊ ഈ ടേം ആദ്യം എഴുതിയാൽ 2 സൈൻ 2 തീറ്റ മൈനസ് സൈൻ തീറ്റ ഡിവൈഡ് ബൈ ഡി തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ തീറ്റനെ തീറ്റ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കോസ് തീറ്റ മൈനസ് സൈൻ 2 തീറ്റ സൈനിൻ്റെത് കോസ് 2 തീറ്റ ഇൻറ്റു 2 തീറ്റന്റെ 2. അപ്പൊ അത് കോസ് തീറ്റ മൈനസ് 2 കോസ് 2 തീറ്റ. Therefore formula dy by dx equal to dy by d theta by dx by d theta. Substitute ചെയ്യുമ്പോൾ equal to dy by d theta ഇതാണ് cos theta minus 2 cos 2 theta by 2 sin 2 theta minus sin theta. ഫൈൻഡ് ആയതുകൊണ്ട് ഇവിടെ വെച്ചാൽ മതി കേട്ടോ, കുഴപ്പമില്ല. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 5, x equal to a into cos t plus log tan t by 2 y equal to a into sin t. ഇവിടെ വീണ്ടും പാരാമീറ്റർ ടിയിലേക്ക് തന്നെ പോയിട്ടുണ്ട്. അപ്പോ നമുക്ക് ആദ്യം dx by dt ശ്രദ്ധിക്കണം കേട്ടോ. a all into cos t നെ t കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മൈനസ് sin t പ്ലസ് log tan t by t നെ t കൊണ്ട് ചെയ്യുമ്പോൾ ലോഗിൻ്റെത് 1 by tan t by 2 കഴിഞ്ഞില്ല ഇൻറ്റു ടാനിൻ്റെത് sec square t by 2 into t by 2 ൻ്റെത് 1 by 2. അപ്പോൾ കംപ്ലീറ്റ് ആവും. ശ്രദ്ധിക്കുക, ലോഗിൻ്റെത് 1 by tan t by 2 into ടാനിൻ്റെത് sec square t by 2 into t by 2 ൻ്റെത് 1 by 2. കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്യാൻ ചാൻസ് ഉണ്ട്. a into minus sin t plus 1 by tan t by 2 നെ sin t by 2 by cos t by 2. sec square t by 2 ഞാൻ 1 by cos square t by 2 എഴുതി. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന into 1 by 2.
ഈക്വൽ ടു മുന്നോട്ട് പോകാം. എ ഓൾ ഇൻ ടു മൈനസ് സൈൻ ടി പ്ലസ്, ശ്രദ്ധിക്കുക, ഈ കോസ് ടി ബൈ ടു ഈ കോസ് സ്ക്വയർ ടി ബൈ ടു ഒരു കോസുമായിട്ട് കട്ടാവും ഇങ്ങനെ. അപ്പൊ ഇനി ബാക്കിയുള്ളത് 1 ഡിവൈഡഡ് ബൈ ഒരു 2 ഇവിടെ ഡിനോമിനേറ്റർ ഉണ്ട്, പിന്നെ ഒരു സൈൻ ടി ബൈ ടു ഉണ്ട്, ഒരു കോസ് ടി ബൈ ടു ഉണ്ട്. അപ്പോ 2 സൈൻ ടി ബൈ ടു കോസ് ടി ബൈ ടു ഈക്വൽ ടു എ ഇൻറ്റു മൈനസ് സൈൻ ടി പ്ലസ് 1 ബൈ വായിച്ചേ 2 സൈൻ ടി ബൈ ടു ഇൻറ്റു കോസ് ടി ബൈ ടു. 2 സൈൻ തീറ്റ ബൈ ടു ഇൻറ്റു കോസ് തീറ്റ ബൈ ടു പറഞ്ഞാൽ സൈൻ തീറ്റ ആണ്. അപ്പൊ 2 സൈൻ ടി ബൈ ടു കോസ് ടി ബൈ ടു എന്ന് പറയുന്നത് സൈൻ ടി ആണ്. ഈക്വൽ ടു എ ഇൻറ്റു ഈ സൈൻ ടി കൂടെ ക്രോസ് ചെയ്താൽ മൈനസ് സൈൻ ഇൻറ്റു സൈൻ സൈൻ സ്ക്വയർ ടി പ്ലസ് 1 ഓൾ ഡിവൈഡഡ് ബൈ സൈൻ ടി ഈക്വൽ ടു എ ഇൻറ്റു 1 ആദ്യം എഴുതിയാൽ 1 മൈനസ് സൈൻ സ്ക്വയർ ടി ഡിവൈഡഡ് ബൈ സൈൻ ടി ഈക്വൽ ടു എ ഇൻറ്റു 1 മൈനസ് സൈൻ സ്ക്വയർ ടി എന്ന് പറഞ്ഞാൽ കോസ് സ്ക്വയർ ടി ആണ് ഡിവൈഡഡ് ബൈ സൈൻ ടി. ഇത് ഇവിടെ നിൽക്കട്ടെ, ഡി എക്സ് ബൈ ഡി ടി. ഇനി നമുക്ക് ഡി വൈ ബൈ ഡി ടിയിലേക്ക് പോകണം. എന്തായാലും നമ്മുടെ വൈ അവിടെ ഉണ്ട്. വൈ ഈക്വൽ ടു എ സൈൻ ടി ആ. അപ്പൊ ഡി വൈ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ഇൻറ്റു സൈൻ ടിനെ ടി കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കോസ് ടി, അത് എ കോസ് ടി, അത് എളുപ്പമാണ്, പെട്ടെന്ന് കിട്ടി. ഇത് കുറച്ച് സിംപ്ലിഫിക്കേഷൻ ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് 3 എഴുതേണ്ടി വന്നത്. ഇത് പെട്ടെന്ന് എ സൈൻ ടിൻ്റെത് എ ഇൻറ്റു കോസ് ടി. Therefore, by parametric formula, dy by dx equal to dy by dt divided by dx by dt. dy by dt അവിടെ കിട്ടിയത് a into cos t divided by dx by dt നമ്മൾ അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. a cos square t by sin t. a cos square t divided by sin t. That is equal to a cancel ചെയ്യാം. ഒരു കോസ് ടി ഇവിടെ എങ്ങനെ ക്യാൻസൽ ചെയ്യാതാ, കോസ് സ്ക്വയറിൽ ഒരു കോസും. അപ്പൊ ഇനി ഈ സൈൻ ടി ന്യൂമറേറ്ററിൽ വരും. സൈൻ ടി ഡിവൈഡഡ് ബൈ കോസ് ടി ബാലൻസ്. സൈൻ ടി ബൈ കോസ് ടിന്റെ പേരാണ് ടാൻ ടി. അപ്പൊ ടാൻ ടി എന്നാണ് അതിന്റെ ആൻസർ കാണാം. ഓക്കെ, ദെൻ 6th വൺ. വീണ്ടും പാരാമീറ്റർ തീറ്റയിലേക്ക് മാറി. എക്സ് ഈക്വൽ ടു എ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ. y equal to a into sin theta minus theta into cos theta. പ്രൊഡക്റ്റ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. തീറ്റ ഇൻറ്റു സൈൻ തീറ്റ, തീറ്റ ഇൻറ്റു കോസ് തീറ്റ ഒക്കെ ഉണ്ട്. അപ്പൊ പറഞ്ഞു നോക്കാം. ഡി എക്സ് ബൈ ഡി തീറ്റ എ കോൺസ്റ്റന്റ് ഇൻറ്റു കോസ് തീറ്റ ഒറ്റക്കാണ്, അതിനെ തീറ്റ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ മൈനസ് സൈൻ തീറ്റ, അതവിടെ കഴിഞ്ഞു. പ്ലസ് ഇവിടെ പ്രൊഡക്റ്റോട് ഉപയോഗിക്കണം. തീറ്റ ഫസ്റ്റും സൈൻ തീറ്റ സെക്കൻഡും. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. അപ്പൊ തീറ്റ ഇൻറ്റു സൈൻ തീറ്റിനെ തീറ്റ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ ഇൻറ്റു തീറ്റനെ തീറ്റ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1. ദാറ്റ് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു മൈനസ് സൈൻ തീറ്റ പ്ലസ് തീറ്റ കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ. അപ്പൊ ഈ സൈൻ തീറ്റ ക്യാൻസൽ ആയി പോയി. എ ഇൻറ്റു തീറ്റ ഇൻറ്റു കോസ് തീറ്റ, എ ഇൻറ്റു തീറ്റ കോസ് തീറ്റ, അവിടെ കേട്ടെ. ഇനി അതിന്റെ വൈ എടുക്കുക. y is equal to a into sin theta minus theta into cos theta. dy by d theta a all into sin theta ഒറ്റക്കാണ്, അതിനെ തീറ്റ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ അത് കോസ് തീറ്റ ആവും. മൈനസ് കഴിഞ്ഞിട്ട് ഇവിടെ പ്രൊഡക്റ്റ് ആണ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ. അപ്പൊ അവിടെ പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യണം. അതോടൊപ്പം ഒരു മൈനസ് ആയതുകൊണ്ട് ഒരു ബ്രാക്കറ്റിൽ എഴുതുക. എന്റെ ഓൾ ബ്രാക്കറ്റ് പറയും. തീറ്റ ഇൻറ്റു കോസ് തീറ്റനെ പ്രൊഡക്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ തീറ്റ ഇൻറ്റു കോസ് തീറ്റന്റെ മൈനസ് സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ ഇൻറ്റു തീറ്റൻ്റെത് 1. ദാറ്റ് ഈസ് ഈക്വൽ ടു എ ഓൾ ഇൻറ്റു കോസ് തീറ്റ. ഇത് തുറക്കുമ്പോൾ മൈനസ് മൈനസ് പ്ലസ് ആവും. പ്ലസ് തീറ്റ സൈൻ തീറ്റ
മൈനസ് പ്ലസിലേക്ക് നോക്കുമ്പോൾ മൈനസ് കോസ് തീറ്റ. റെഡി? ഈ കോസ് തീറ്റ പോയി, പ്ലസ് മൈനസ്. എന്താ ബാക്കിയുള്ളത്? എ ഇൻറ്റു തീറ്റ സൈൻ തീറ്റ. ഇത് dy by dt ആണ്. Therefore dy by dx equal to dy by d theta by dx by d theta equal to a into theta into sin theta dy by d theta divided by a into theta into cos theta. ഒന്ന് ചുരുങ്ങല്ലോ. അത് എന്താ ആൻസർ പറയേ? യെസ്, ടാൻ തീറ്റ. എങ്ങനെ ടാൻ തീറ്റ വന്നത്? ഈ എ ക്യാൻസലായി, തീറ്റ തീറ്റ ക്യാൻസലായി, സൈൻ തീറ്റ ബൈ കോസ് തീറ്റ, ടാൻ തീറ്റ ഇസ് ദ ആൻസർ. അപ്പൊ പാരാമെട്രിക് ഫോമില് ഇങ്ങനെ ഒരു പ്രോബ്ലം ചോദിക്കാം. എക്സും വൈയും വേറൊരു വേരിയബിൾ തന്നിട്ട് dy by dx കാണുന്നത് നമ്മൾ എക്സാമ്പിൾസ് ചെയ്തു. ഇനി ചില ചോദ്യങ്ങള് പാരാമെട്രിക് ഫോമിലായിരിക്കും തന്നത്, പക്ഷെ അവിടെ പ്രൂവ് ചെയ്യാൻ പറഞ്ഞ ആൻസറിൽ ആ പാരാമീറ്റർ ഉണ്ടാവില്ല. അതൊരു പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് വരാം. ഞാൻ 1-2 എക്സാമ്പിൾസ് പറയാം. ഫസ്റ്റ് വൺ, ഇഫ് x equal to e raised to cos 2t, y is equal to e raised to sin 2t, prove that dy by dx is equal to minus y into log x divided by x into log y. ഒരു പ്രോബ്ലമാണ്. ഇപ്പൊ നമ്മൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരിക, ഇതിപ്പോ എക്സ് ടീന്റെ ഫംഗ്ഷൻ ആയിട്ട് തന്നിട്ടുണ്ട്, വൈ ടീന്റെ ഫംഗ്ഷൻ ആയിട്ട് തന്നിട്ടുണ്ട്, dy by dx ആണ് വേണ്ടത്. നമ്മൾ ഇതുവരെ ചെയ്തതൊക്കെ അത് തന്നെയായിരുന്നു. പക്ഷെ ഇതുവരെ ചെയ്തപ്പോ അതൊരു പ്രൂവ് ദാറ്റ് ആയിരുന്നില്ല. മാത്രമല്ല, നമുക്ക് കിട്ടിയ ആൻസറിലൊക്കെ ഡെറിവേറ്റീവ് dy by dx കിട്ടിയ ആൻസറിലൊക്കെ പാരാമീറ്റർ എന്താണോ അത് ഉണ്ടായിരുന്നു, ടി ഉണ്ടായിരുന്നു. അതല്ല തീറ്റ ആണെങ്കിൽ തീറ്റ ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ പ്രൂവ് ചെയ്യാൻ പറഞ്ഞ dy by dxന്റെ ആൻസറിൽ പാരാമീറ്റർ ടി ഇല്ല എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ വേരിയബിൾ ടി ഇല്ല. പിന്നെ ആരുള്ളത്? എക്സും വൈ മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ചോദ്യത്തില് 2 ഹിന്റ് ഉണ്ട്. ഒന്ന്, ഈ ആൻസറിൽ ടി ഇല്ല എന്നതൊരു ഹിന്റാണ്. അതോടൊപ്പം തന്നെ ലോഗ് എക്സും ലോഗ് വൈയും ഈ ആൻസറിൽ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എന്താ കാര്യം? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലോഗരിതം എടുത്തിട്ടുണ്ട്, എക്സിന്റെ വൈന്റെ ലോഗ് എടുത്തിട്ടുണ്ട്. ലോഗ് എടുത്തത് മാത്രമല്ല, ലോഗ് എടുത്തതിന് ശേഷം ടീനെ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതിന് ശേഷമാണ് dy by dx കണ്ടത്. അപ്പോഴാണ് ഈ ആൻസർ വരിക. അപ്പൊ ലോഗ് എടുക്കണം എന്നുള്ള ഒരു ഹിന്റ് ഉണ്ട്. ലോഗ് എടുത്തതിന് ശേഷം ടീനെ എലിമിനേറ്റ് ചെയ്യാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ നമുക്ക് അന്വേഷിക്കാം. അപ്പൊ നോക്കാം. x is equal to e raised to cos of 2t. 2tക്ക് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. 3t ആയാലും വെടി 3t ആവണമെന്നുള്ളൂ, വലിയ പ്രശ്നമൊന്നുമില്ല. ടേക്കിംഗ് ലോഗരിതം, ഹലോ, log x equal to log of e raised to cos 2t. That is log x is equal to cos 2t മുന്നിലേക്ക് വരും into log e. log e 1 നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. because the base of this logarithm is e. അപ്പൊ എന്തുണ്ടാവുള്ളൂ? cos 2t. ഡിഫറൻഷിയേഷൻ അവിടെ നിൽക്കട്ടെ, log എടുത്ത് വെച്ചു. ഓക്കെ, log y പറയും. y എന്താ? y is equal to e raised to തന്നെയാണ് sin 2t. sin 2t ഇതേ 2t തന്നെയാണ്. log y എടുത്താൽ log y is equal to log of e raised to sin 2t. That is log y is equal to sin 2t മുന്നിലേക്ക് വരും into log e. That is log y is equal to sin 2t because log e 1 ആണ്. അപ്പൊ നിങ്ങൾ നോക്കുക, നമുക്ക് log xും log yയും കിട്ടി. ഞാൻ പറഞ്ഞു log എടുത്താൽ പോരാ, ടീനെ എലിമിനേറ്റ് ചെയ്യാൻ നോക്കണം. നമ്മുടെ കയ്യിൽ cos 2t ഉണ്ട്, sin 2t ഉണ്ട്. ഒരേ ആംഗിളിന്റെ കോസും സൈനും, അല്ലെ ഒരേ നമ്പറിന്റെ കോസും സൈനും. ഒരേ നമ്പറിന്റെ കോസും സൈനും ഉണ്ടെങ്കിൽ ആ
ആംഗിൾ എലിമിനേറ്റ് ചെയ്യാനുള്ള പണി എന്താന്ന് വെച്ചാല് നിങ്ങൾക്ക് ലോകത്ത് എവിടെ ചെന്നാലും ഒരു ഐഡന്റിറ്റി ഉണ്ട് കോസും സൈനും തമ്മിൽ. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ രണ്ടും ഒരേ ആംഗിൾ തീറ്റ ആണെങ്കിൽ അതിന്റെ സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്താൽ 1. അതാ ഞാൻ പറഞ്ഞത് ഇവിടെ 2t ആണ്, ഇവിടെ 2t ആണ്, അതുകൊണ്ട് അത് കിട്ടുന്നേ. അപ്പൊ അവിടെ നമ്മൾ പിടിക്കാൻ പോകുന്നത് നൗ കോസ് സ്ക്വയർ 2t പ്ലസ് സൈൻ സ്ക്വയർ 2t ഇസ് ഈക്വൽ ടു 1. കോസ് 2t എന്ന് പറഞ്ഞാൽ എക്സ് ആണ്, സൈൻ 2t കോസ് 2t എന്ന് പറഞ്ഞാൽ ലോഗ് എക്സ് ആണ്, സൈൻ 2t പറഞ്ഞാൽ ലോഗ് വൈ ആണ്. ദാറ്റ് ഈസ് ലോഗ് എക്സ് ഓൾ സ്ക്വയർ പ്ലസ് ലോഗ് വൈ ഓൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. ഇപ്പൊ ടീനെ കാണാണ്ടായോ? ഇപ്പൊ ടീനെ കാണാണ്ടായിട്ടുണ്ട്, ടി ഇല്ല. ഇനി ഇതിന്ന് dy/dx നമ്മൾ ഇംപ്ലിസിറ്റ് ഫംഗ്ഷന്റെ ഡിഫറൻഷിയേഷനിൽ ചെയ്ത പോലെ ഇതിന്ന് നമ്മൾ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് 2-3 സ്റ്റെപ്പാണ് കഴിയുമ്പോൾ ഈ പ്രൂവ് ചെയ്യാൻ പറഞ്ഞ ആൻസർ കിട്ടും. അപ്പൊ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ശ്രദ്ധിക്കണേ. ആദ്യം നിങ്ങൾ സ്ക്വയറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഹോൾ സ്ക്വയറിനത് 2 ഇൻറ്റു ലോഗ് എക്സ് കഴിഞ്ഞില്ല ഇൻറ്റു ഇനി ആരുടെ ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് അത് 1/x പ്ലസ് ലോഗ് വൈ ഓൾ സ്ക്വയറിനെ എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ സ്ക്വയറിൻ്റെത് 2 ലോഗ് വൈ ഇൻറ്റു ലോഗ് വൈനെ എക്സ് കൊണ്ട് ചെയ്യുമ്പോൾ 1/y പോരാ 1/y ഇൻറ്റു dy/dx. ഇവിടെ അതില്ലാത്തത് എക്സ് കൊണ്ട് ചെയ്യുന്നത് കൊണ്ടാണ്. ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിൽ 1 എഴുതരുത്, 1നെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0. ക്ലിയർ അല്ലേ? 2 ഇൻറ്റു ലോഗ് വൈ പിന്നെ ലോഗ് വൈന്റെ 1/y dy/dx. ഇവിടെ 2 ഇൻറ്റു ഉണ്ട്, ഇവിടെയും 2 ഇൻറ്റു ഉണ്ട്. അപ്പൊ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 2നെ അങ്ങ് കളയാം. ഡിവൈഡിങ് ബൈ 2 അപ്പൊ 2 കൊണ്ട് രണ്ട് ഭാഗത്ത് ഡിവൈഡ് ചെയ്തു. അപ്പൊ എന്താ കിട്ടുക? ലോഗ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഉണ്ടാവുക എക്സ് പ്ലസ് ലോഗ് വൈ ഡിവൈഡഡ് ബൈ വൈ ഇൻറ്റു dy/dx. ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ക്യാൻസൽ ആവും. ഇവിടെ 2 ഡിവൈഡ് ചെയ്യുമ്പോൾ 0/2 is equal to 0 തന്നെയാണ്. Therefore നമുക്ക് dy/dx ആ വേണ്ടത്. log y by y dy/dx ഞാൻ ഇവിടെ വെച്ചു. ഈ ടേം log x by x അങ്ങോട്ട് എടുത്തു. അപ്പൊ 0 മൈനസ് log x by x മൈനസ് log x by x. അങ്ങനെയാണെങ്കിൽ what is dy/dx? Therefore dy/dx is equal to ഇതങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ മൈനസ് log x by x divided by log y by y equal to ഈ y മുകളിൽ പോവും മൈനസ് y log x ന്യൂമറേറ്ററിൽ വരും. ഇവിടെ എക്സും ഈ log y ഉണ്ടാവും. by x into log y. ഇതല്ലേ പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്? ഓക്കെ. അപ്പൊ അങ്ങനത്തെ പ്രോബ്ലംസിൽ നിങ്ങൾ എലിമിനേഷൻ നടക്കുമെങ്കിൽ അത് നടത്തിയിട്ട് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ പറയാം. സെക്കൻഡ് വൺ, if x equal to root of a raised to sin inverse t, y is equal to root of a raised to cos inverse t, prove that dy/dx equal to minus y by x. ഇതൊരു NCERT പ്രോബ്ലം ആണ് കേട്ടോ. NCERT പ്രോബ്ലം. ഇവിടെയും എന്താണ് ഹിന്റ് എന്ന് ചോദിച്ചാല് നമുക്ക് തന്ന ഇക്വേഷൻസിൽ എക്സിലും വൈയിലും ടി ഉണ്ട്, ടീന്റെ ഫങ്ഷൻസ് ആണ്. പ്രൂവ് ചെയ്യാൻ പറഞ്ഞ dy/dxല് ടി ഇല്ല, എന്തുള്ളൂ വൈയും എക്സും മാത്രമേ ഉള്ളൂ. അപ്പോ ടീനെ എലിമിനേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ മുന്നോട്ട് പോയത്. ഈ ടീനെ എലിമിനേറ്റ് ചെയ്യാൻ നേരത്തെ നമ്മൾ ലോഗരിതം എടുത്തു. കാരണം ലോഗരിതം എടുക്കാനുള്ള ഹിന്റ് log x ഉം log y ഒക്കെ ആൻസർ ഉണ്ടായിരുന്നു. ഇവിടെ log x ഉം log y ഒന്നും ഇല്ല. ലോഗരിതം എടുക്കണോ അതല്ലാതെ എന്തെങ്കിലും മാർഗം ഉണ്ടോ? നിങ്ങൾ ശ്രദ്ധിക്ക്, രണ്ടാക്കുണ്ട് റൂട്ട്. ഓക്കെ, രണ്ടാളും റൂട്ടിന്റെ ഉള്ളിലുള്ളത് a⁻² ആണ്, ഇവിടെ a⁻² ആണ്. അത് രണ്ടും ഒരേയാണ്. ഇവിടെ പവർ ഉള്ളത് സൈൻ ഇൻവേഴ്സ് ടി ആണ്, ഇവിടെ പവർ ഉള്ളത് കോസ് ഇൻവേഴ്സ് അതേ ടി തന്നെയാണ്.
സൈൻ ഇൻവേഴ്സും കോസ് ഇൻവേഴ്സും തമ്മിൽ ഒരു ഐഡന്റിറ്റി ഉള്ളത് ഒരേ നമ്പറിന്റെ സൈൻ ഇൻവേഴ്സും കോസ് ഇൻവേഴ്സും കൂടി ആഡ് ചെയ്താല് π/2 ആ നിങ്ങൾ കേട്ടിട്ടുണ്ട്. സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു π/2. അപ്പൊ സൈൻ ഇൻവേഴ്സ് ടിയും കോസ് ഇൻവേഴ്സ് ടിയും കൂടി ആഡ് ചെയ്താൽ π/2 ആയിരിക്കും. പക്ഷെ ഇവിടെ ഇപ്പൊ ആഡ് ചെയ്യൽ എങ്ങനെ വരിക? ഇവിടെ ഇപ്പൊ എ റൈസ് ടു സൈൻ ഇൻവേഴ്സ് ടി, എ റൈസ് ടു കോസ് ഇൻവേഴ്സ് ടി, എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ നിങ്ങൾക്ക് അറിയാം. എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ വരിക എ റൈസ് ടു എം പ്ലസ് എന്ന. അപ്പൊ ഈ തന്ന എക്സും ഈ തന്ന വൈ കൂടി ഒന്ന് ഇൻറ്റു ചെയ്താൽ xy is equal to root of a raised to sin inverse t into root of a raised to cos inverse t. അത് ഒരു റൂട്ടിൽ എഴുതാം. റൂട്ട് ഓഫ് എ റൈസ് ടു സൈൻ ഇൻവേഴ്സ് ടി ഇൻറ്റു എ റൈസ് ടു കോസ് ഇൻവേഴ്സ് ടി കേട്ടോ, ഈക്വൽ ടു റൂട്ട് ഓഫ് ഇവിടെയാണ് എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ. എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ എ റൈസ് ടു എം പ്ലസ് എൻ. അപ്പൊ ഇത് എ റൈസ് ടു സൈൻ ഇൻവേഴ്സ് ടി പ്ലസ് കോസ് ഇൻവേഴ്സ് ടി. അടുത്ത സ്റ്റെപ്പിൽ എന്താ? സൈൻ ഇൻവേഴ്സ് ടി പ്ലസ് കോസ് ഇൻവേഴ്സ് ടി π/2 ആണ്. അപ്പൊ ഇത് എ റൈസ് ടു π/2 ആണ്. അപ്പൊ ടീനെ കാണണ്ടായില്ലേ? അപ്പൊ എന്താ കിട്ടിയത്? ദാറ്റ് ഈസ് എക്സ് ഇൻറ്റു വൈ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ റൈസ് ടു π/2. ഇതൊരു കോൺസ്റ്റന്റ് ആ, എത്ര ആയിക്കോട്ടെ കോൺസ്റ്റന്റ് ആ. അതിന്റെ ഡെറിവേറ്റീവ് യെസ്, ഡെറിവേറ്റീവ് 0. അപ്പൊ ഇതിന്റെ രണ്ട് ഭാഗത്തും ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പൊ ഇടത് ഭാഗത്ത് ശ്രദ്ധിക്കുക, പ്രൊഡക്റ്റ് റൂൾ ഉപയോഗിക്കുക. അപ്പൊ d/dx ഓഫ് എക്സ് വൈ ഒരു സ്റ്റെപ്പ് വേണമെങ്കിൽ എഴുതാം. ഈസ് ഈക്വൽ ടു d/dx ഓഫ് റൂട്ട് ഓഫ് എ റൈസ് ടു π/2. ദാറ്റ് ഈസ് പ്രൊഡക്റ്റ് റൂൾ എക്സ് ഇൻറ്റു വൈന്റെ ഡെറിവേറ്റീവ് dy/dx പ്ലസ് വൈ ഇൻറ്റു എക്സിനെ എക്സ് കൊണ്ട് ചെയ്താൽ 1. വലത് ഭാഗത്ത് അതൊരു കോൺസ്റ്റന്റ് ആണ്, ഞാൻ പറഞ്ഞു, അതിന്റെ ഡെറിവേറ്റീവ് ബിക്കം 0. കഴിഞ്ഞില്ലേ? Therefore x into dy/dx is equal to y അങ്ങോട്ട് പോയാൽ മൈനസ് y. Therefore dy/dx equal to മൈനസ് y/x. മൈനസ് y/x. ഇതിലെ പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്.